ഒന്ന് ആലോചിച്ചു നോക്കൂ, അടുത്ത 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപ വന്നാൽ നിങ്ങൾ ആദ്യം എന്തു ചെയ്യും? വീട് മാറ്റുമോ, കാർ വാങ്ങുമോ, അതോ നിങ്ങളുടെ സ്വപ്ന ബിസിനസ് തുടങ്ങുമോ? ബോബ് പ്രോക്ടർ പറയുന്നു, കോടീശ്വരനാകാൻ ആദ്യം കോടീശ്വരനെപ്പോലെ ചിന്തിക്കണം. അതായത് പണം പുറത്തുനിന്ന് വരുന്നതല്ല, നിങ്ങളുടെ മനസ്സിലെ ചിന്തയിൽ നിന്നാണ് പണം പിറവിയെടുക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങളുടെ ചിന്തകളെയും ഭാഗ്യത്തെയും മാറ്റിമറിക്കാൻ കഴിവുള്ള 40 മണി മൈൻഡ്സെറ്റ് രഹസ്യങ്ങളാണ്. സുഹൃത്തുക്കളെ, പണത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളാണ് നമ്മുടെ യഥാർത്ഥ വിധി എഴുതുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഒരേ ലോകത്ത് ഒരാൾ രാവും പകലും കഠിനാധ്വാനം ചെയ്തിട്ടും കഷ്ടപ്പെടുന്നു. എന്നാൽ മറ്റൊരാൾ കുറഞ്ഞ അധ്വാനം കൊണ്ട് കോടികൾ സമ്പാദിക്കുന്നു. എന്തുകൊണ്ട്? കാരണം ഒന്നുമാത്രമാണ്, മൈൻഡ്സെറ്റിൽ, മനസ്ഥിതിയിൽ. ബോബ് പ്രോക്ടർ എപ്പോഴും പറയുമായിരുന്നു, നിങ്ങൾക്ക് സമ്പന്നനാകണമെങ്കിൽ ആദ്യം നിങ്ങളുടെ മനസ്സിനെ സമ്പന്നമാക്കുക. അതായത് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ, സബ് കോൺഷ്യസ് മൈൻഡ്, നിങ്ങൾ പുനഃക്രമീകരിക്കുന്നതുവരെ പണം നിങ്ങളുടെ അടുത്ത് നിലനിൽക്കില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുടെ ചിന്തകളെ മാറ്റുക മാത്രമല്ല, ഒരു കോടീശ്വരനാകാനുള്ള ഫ്രീക്വൻസി നിങ്ങളുടെ ഉള്ളിൽ സൃഷ്ടിക്കുകയും ചെയ്യുന്ന 40 വലിയ മണി മൈൻഡ്സെറ്റ് രഹസ്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. എങ്കിൽ നമുക്ക് തുടങ്ങാം. കോടീശ്വരനാകാനുള്ള 40 മൈൻഡ്സെറ്റ് സീക്രട്ടുകൾ. 1. കോടീശ്വരനാകുന്നതിന് മുൻപ് കോടീശ്വരന്റെ ചിന്ത നിലനിർത്തുക. ഓരോ വ്യക്തിയും അവനവന്റെ ചിന്ത കൊണ്ടാണ് സ്വന്തം ലോകം സൃഷ്ടിക്കുന്നത്. നിങ്ങൾ ഒരു ദരിദ്രനെപ്പോലെ ചിന്തിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദാരിദ്ര്യം ആകർഷിക്കപ്പെടും. എന്നാൽ നിങ്ങൾ ഒരു കോടീശ്വരനെപ്പോലെ ചിന്തിക്കാൻ തുടങ്ങിയാലോ? വലുതായി ചിന്തിക്കുക, വലിയ സ്വപ്നങ്ങൾ കാണുക, വലിയ ലക്ഷ്യങ്ങൾ വയ്ക്കുക. പതിയെ നിങ്ങളുടെ ജീവിതം ആ ദിശയിലേക്ക് മാറും. ഓർക്കുക, ഓരോ കോടീശ്വരനും ആദ്യം അവന്റെ മനസ്സിലാണ് കോടീശ്വരനാകുന്നത്, അതിനുശേഷമാണ് യാഥാർത്ഥ്യത്തിൽ. 2. പണം അധ്വാനം കൊണ്ടല്ല, തലച്ചോറ് കൊണ്ടുണ്ടാകുന്നു. കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ പണം ലഭിക്കൂ എന്ന് നമ്മളെ ചെറുപ്പം മുതൽ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ബോബ് പ്രോക്ടർ പറയുന്നു, പണം വെറും കഠിനാധ്വാനം കൊണ്ടല്ല, മനസ്സുകൊണ്ട് ഉണ്ടാകുന്നതാണ്. ലോകത്ത് പലരും ഒരുപാട് അധ്വാനിക്കുന്നു, എന്നിട്ടും ബുദ്ധിമുട്ടുന്നു. എന്തുകൊണ്ട്? കാരണം അവരുടെ മനസ്സ് ക്ഷാമത്തിൽ, സ്കാർസിറ്റി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. യഥാർത്ഥ കളി ശരിയായ ചിന്ത, ശരിയായ തന്ത്രം, ശരിയായ വൈബ്രേഷൻ എന്നിവയുടേതാണ്. അധ്വാനം ആവശ്യമാണ്, എന്നാൽ അതിനേക്കാൾ പ്രധാനം സ്മാർട്ട് മൈൻഡ്സെറ്റാണ്. 3. നിങ്ങളുടെ ഉപബോധ മനസ്സിനെ ദിവസവും പ്രോഗ്രാം ചെയ്യുക. നിങ്ങളുടെ ഉപബോധ മനസ്സ് ഒരു ശക്തമായ കമ്പ്യൂട്ടറാണ്. അതിൽ ദാരിദ്ര്യത്തിന്റെ പ്രോഗ്രാമുകളാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരിക്കലും സമ്പന്നനാകാൻ കഴിയില്ല. എന്നാൽ നിങ്ങൾ ദിവസവും പോസിറ്റീവ് അഫർമേഷനുകൾ, വിഷ്വലൈസേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് എന്നിവ ഉപയോഗിച്ച് അതിനെ പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ പതിയെ അത് നിങ്ങൾക്ക് സമ്പന്നനാകാനുള്ള വഴികൾ കാണിച്ചുതരും. നിങ്ങൾ ആവർത്തിച്ച് ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഉപബോധ മനസ്സ് ചെയ്യുകയുള്ളൂ. 4. എപ്പോഴും സമൃദ്ധിയിൽ, അബണ്ടൻസ് ശ്രദ്ധിക്കുക, കുറവിലല്ല. ഭൂരിഭാഗം ആളുകളും ചെയ്യുന്ന തെറ്റിത് തന്നെയാണ്. അവർ പറയും, എന്റെ കയ്യിൽ പണമില്ല, എന്റെ ജീവിതത്തിൽ കുറവുകളുണ്ട്, പ്രപഞ്ചം അവർക്ക് അതുതന്നെ തിരികെ നൽകും. കുറവ്. എന്നാൽ കോടീശ്വരന്മാർ എപ്പോഴും സമൃദ്ധിയിൽ ശ്രദ്ധിക്കുന്നു. അവർ ചിന്തിക്കുന്നു, പണം എല്ലായിടത്തുമുണ്ട്, പണം ഒരു ഊർജ്ജമാണ്, അത് പരിധിയില്ലാത്തതാണ്. നിങ്ങൾ സമൃദ്ധിയിൽ ശ്രദ്ധിക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് പുതിയ അവസരങ്ങളും വിഭവങ്ങളും തുറന്നുതരും. 5. എന്നോട് ദിവസവും പറയുക, ഞാൻ പണത്തെ ആകർഷിക്കുന്നു. നിങ്ങളുടെ വാക്കുകളാണ് നിങ്ങളുടെ യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നത്. നിങ്ങൾ ദിവസവും നിങ്ങളോട് തന്നെ പറയുകയാണെങ്കിൽ, ഞാൻ സമ്പന്നനാവുകയാണ്, ഞാൻ പണത്തെ ആകർഷിക്കുന്നു, പണം ഒരു കാന്തം പോലെ എന്റെ അടുത്തേക്ക് ആകർഷിക്കപ്പെടുന്നു. ഈ വാചകങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പ്രോഗ്രാമിംഗായി ഉറയ്ക്കും. ഉപബോധ മനസ്സ് ഇത് വിശ്വസിക്കുമ്പോൾ പ്രപഞ്ചം ആ വൈബ്രേഷനുമായി പൊരുത്തപ്പെട്ട് നിങ്ങളുടെ അടുത്തേക്ക് പണവും അവസരങ്ങളും അയക്കും. 6. ബോബ് പ്രോക്ടർ പറയുന്നു, പണത്തിന് പിന്നാലെ ഓടരുത്, അതിനെ ആകർഷിക്കുക. പാവപ്പെട്ടവർ എപ്പോഴും പണത്തിന് പിന്നാലെ ഓടുന്നു. കൂടുതൽ ഓവർടൈം, കൂടുതൽ ബുദ്ധിമുട്ട്, കൂടുതൽ കഠിനാധ്വാനം. എന്നാൽ കോടീശ്വരന്മാർ പണത്തെ അവരുടെ അടുത്തേക്ക് ആകർഷിക്കുന്നു. അവർ അവരുടെ മൂല്യം വർദ്ധിപ്പിക്കുന്നു, അവരുടെ ഊർജ്ജം ഉയർന്ന നിലയിൽ നിലനിർത്തുന്നു, അവസരങ്ങൾ സൃഷ്ടിക്കുന്നു. പണം സ്വയം അവരുടെ അടുത്തേക്ക് വരുന്നു. 7. പണം ഒരു ഊർജ്ജമാണ്, അതിനെ ആകർഷിക്കൂ. പണം വെറുമൊരു കടലാസ് കഷ്ണമല്ല, അത് ശുദ്ധമായ ഊർജ്ജമാണ് എന്ന് ബോബ് പ്രോക്ടർ പറയുന്നു. കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ നിങ്ങളുടെ മനസ്സും വൈബ്രേഷനും പണത്തെ ആകർഷിക്കാൻ കഴിയും. നിങ്ങളുടെ ചിന്തകൾ പോസിറ്റീവും സമൃദ്ധിയുള്ളതുമാണെങ്കിൽ പണം നിങ്ങളുടെ അടുത്തേക്ക് വരും. എന്നാൽ നിങ്ങൾ ക്ഷാമമാണ് ചിന്തിക്കുന്നതെങ്കിൽ പണം നിങ്ങളിൽ നിന്ന് അകന്നുപോകും. അതിനാൽ നിങ്ങളുടെ ഫ്രീക്വൻസി എപ്പോഴും സമ്പത്തിൽ സജ്ജീകരിക്കുക. 8. കോടീശ്വരൻ മൈൻഡ്സെറ്റ്. സമം ചിന്ത പ്ലസ് വിശ്വാസം പ്ലസ് പ്രവർത്തനം. കോടീശ്വരന്മാർ വെറും സ്വപ്നം കാണുക മാത്രമല്ല, അവരുടെ ചിന്തകളെ വിശ്വാസത്തിലേക്കും പിന്നീട് പ്രവർത്തനത്തിലേക്കും മാറ്റുന്നു.
ചിന്തിക്കുക എന്നത് ആദ്യ പടിയാണ്, വിശ്വസിക്കുക എന്നത് രണ്ടാമത്തെ പടിയാണ്, പ്രവർത്തിക്കുക എന്നത് മൂന്നാമത്തെ പടിയാണ്. നിങ്ങൾ ചിന്തിക്കുക മാത്രം ചെയ്യുകയും വിശ്വാസവും പ്രവർത്തനവും ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഒന്നും ലഭിക്കില്ല. ഇതാണ് കോടീശ്വരൻ മൈൻഡ്സെറ്റിന്റെ യഥാർത്ഥ ഫോർമുല. വലുതായി ചിന്തിക്കുക, ആഴത്തിൽ വിശ്വസിക്കുക, ഉടൻ തന്നെ പ്രവർത്തിക്കുക. 9. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതുക, ദിവസവും വായിക്കുക. ബോബ് പ്രോക്ടറുടെ ഏറ്റവും വലിയ ഉപദേശങ്ങളിലൊന്നാണിത്. എഴുതുന്നത് പ്രകടമാകും. മാനിഫെസ്റ്റ്. നിങ്ങൾക്ക് കോടീശ്വരനാകണമെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതുക. ഞാൻ 1 കോടി രൂപയുടെ ഉടമയാണ്. ഞാൻ സാമ്പത്തിക സ്വാതന്ത്ര്യം ആസ്വദിക്കുന്നു. ഇത് ദിവസവും രാവിലെയും രാത്രിയിലും വായിക്കുക. നിങ്ങൾ ആവർത്തിച്ച് വായിക്കുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് അതിനെ യാഥാർത്ഥ്യമായി കണക്കാക്കാൻ തുടങ്ങുകയും പ്രപഞ്ചം അതിനനുസരിച്ച് വഴികൾ ഒരുക്കുകയും ചെയ്യും. 10. വിഷ്വലൈസേഷൻ ചെയ്യുക. നിങ്ങളെ കോടീശ്വരനായി കാണുക. വിഷ്വലൈസേഷൻ എന്നത് നിയമം ഓഫ് അട്രാക്ഷന്റെ ഏറ്റവും ശക്തമായ സാങ്കേതിക വിദ്യയാണ്. എല്ലാ ദിവസവും 5 മിനിറ്റ് കണ്ണടച്ച് നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുണ്ടെന്ന് സങ്കൽപ്പിക്കുക. നിങ്ങൾ ആഡംബര ജീവിതം നയിക്കുന്നു. നിങ്ങളുടെ ബാങ്ക് ബാലൻസ് നിറഞ്ഞിരിക്കുന്നു. വിഷ്വലൈസേഷൻ എത്രത്തോളം വ്യക്തമാവുന്നുവോ അത്രയും വേഗത്തിൽ പ്രപഞ്ചം അതിനെ നിങ്ങളുടെ യാഥാർത്ഥ്യമാക്കും. ബോബ് പ്രോക്ടർ പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ കാണാൻ കഴിയുമെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ പിടിക്കാൻ കഴിയും. 11. പണം അതിന് മൂല്യം ലഭിക്കുന്നിടത്തേക്ക് പോകുന്നു. പണം ഒരിക്കലും വെറുതെ ആരുടെയും അടുത്തേക്ക് വരില്ല. മറ്റുള്ളവർക്ക് മൂല്യം നൽകുന്ന ആളുകളുടെ അടുത്തേക്കാണ് പണം പോകുന്നത്. അത് നിങ്ങളുടെ ബിസിനസ്സാകട്ടെ, വൈദഗ്ധ്യമാകട്ടെ, സേവനമാകട്ടെ. നിങ്ങൾ ആളുകൾക്ക് എത്രത്തോളം മൂല്യം നൽകുന്നുവോ അത്രത്തോളം പണം നിങ്ങൾ ആകർഷിക്കും. കോടീശ്വരനാകാനുള്ള യഥാർത്ഥ രഹസ്യം ഇതാണ്. ആദ്യം ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. പണം സ്വയം നിങ്ങളുടെ അടുത്തേക്ക് ഒഴുകും. 12. ഭയവും സംശയവുമാണ് ഏറ്റവും വലിയ തടസ്സങ്ങൾ. ഭയവും സംശയവും സ്വപ്നങ്ങളുടെ കൊലയാളികളാണെന്ന് ബോബ് പ്രോക്ടർ എപ്പോഴും പറയും. ഞാൻ ശ്രമിച്ചാൽ പരാജയപ്പെടുമോ എന്ന ഭയം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ പണം ഒരിക്കലും ആകർഷിക്കപ്പെടില്ല. പ്രപഞ്ചത്തിന് വ്യക്തമായ സിഗ്നൽ ആവശ്യമാണ്. നിങ്ങൾ പൂർണ്ണമായ വ്യക്തതയോടും ആത്മവിശ്വാസത്തോടും കൂടി മുന്നോട്ടു പോകണം. ഓർക്കുക, സംശയം എപ്പോഴും സ്വപ്നങ്ങളെ നശിപ്പിക്കുന്നു. അതിനാൽ സ്വയം വിശ്വസിക്കുക, പ്രവർത്തിക്കുന്നതിൽ നിന്ന് പിന്മാറരുത്. 13. ഞാൻ കഴിവുള്ളവനാണ് എന്ന് ദിവസവും പറയുക. നിങ്ങൾ സ്വയം കഴിവുള്ളവനാണെന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ ലോകവും നിങ്ങളെ അതുപോലെ തന്നെ കാണും. നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾ ആകർഷിക്കുന്നു എന്ന് ബോബ് പ്രോക്ടർ പറയുന്നു. എല്ലാ ദിവസവും രാവിലെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് 3 തവണ ഉറക്കെ പറയുക, ഞാൻ കഴിവുള്ളവനാണ്, ഞാൻ അർഹനാണ്, കോടീശ്വരനാകാനുള്ള ശക്തി എനിക്കുണ്ട്. ഈ അഫർമേഷൻ നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ പ്രോഗ്രാമിംഗ് മാറ്റുകയും നിങ്ങളെ വിജയത്തിന്റെ കാന്തമാക്കി മാറ്റുകയും ചെയ്യും. 14. എല്ലാ ദിവസവും കൃതജ്ഞത, ഗ്രാറ്റിറ്റ്യൂഡ് പരിശീലിക്കുക. പണത്തെ ആകർഷിക്കാനുള്ള ഏറ്റവും വേഗമേറിയ മാർഗമാണ് കൃതജ്ഞത. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നന്ദി, എനിക്കിത്രയേറെ ഉണ്ട് എന്ന് നിങ്ങൾ പ്രപഞ്ചത്തോട് പറയുമ്പോൾ പ്രപഞ്ചം കൂടുതൽ നൽകാൻ തുടങ്ങുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, തന്റെ പക്കലുള്ള കാര്യങ്ങൾക്ക് നന്ദിയുള്ളവനോട് കൂടുതൽ കാര്യങ്ങൾ ലഭിക്കുന്നു. അതിനാൽ നിങ്ങൾ നന്ദിയുള്ളവരായ 5 കാര്യങ്ങൾ ദിവസവും എഴുതുക. ഈ ശീലം കോടീശ്വരൻ മൈൻഡ്സെറ്റിന്റെ ഭാഗമാണ്. 15. സമ്പത്ത് ആകർഷിക്കാൻ പോസിറ്റീവ് വൈബ്രേഷൻ അയയ്ക്കുക. പണം ഒരു ഊർജ്ജമാണ്. നിങ്ങളുടെ ചിന്തകളിൽ ഭയം, കുറവ്, ഉത്കണ്ഠ എന്നിവയുണ്ടെങ്കിൽ ആ വൈബ്രേഷൻ പണത്തെ അകറ്റും. എന്നാൽ നിങ്ങൾ പോസിറ്റീവ് എനർജി അയയ്ക്കുകയാണെങ്കിൽ, പണം എന്റെ അടുത്തേക്ക് വരുന്നു, ഞാൻ സന്തോഷവാനും സമൃദ്ധിയുള്ളവനുമാണ്. അപ്പോൾ പ്രപഞ്ചം നിങ്ങളുടെ ഫ്രീക്വൻസിയുമായി പൊരുത്തപ്പെടുന്നു. ഓർക്കുക, നിങ്ങൾ ഏത് വൈബ്രേഷനിലാണോ പ്രവർത്തിക്കുന്നത് അതുപോലെയുള്ള പണവും അവസരങ്ങളുമാണ് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. 16. ബോബ് പ്രോക്ടർ പറയുന്നു, ചിന്തകൾ വസ്തുക്കളായി മാറും. തോട്ട്സ് ബിക്കം തിങ്സ്. നിങ്ങളുടെ ഓരോ ചിന്തയും യഥാർത്ഥ യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നു. എന്റെ കയ്യിൽ പണമില്ല എന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചാൽ ആ അനുഭവം ആകർഷിക്കപ്പെടും. എന്നാൽ പണം എന്റെ ജീവിതത്തിൽ നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ പ്രപഞ്ചം ആ ചിന്തയെ യാഥാർത്ഥ്യമാക്കും. അതിനാൽ നിങ്ങളുടെ ചിന്തകളെ എപ്പോഴും പോസിറ്റീവും സമ്പന്നവുമാക്കി നിലനിർത്തുക. കാരണം നാളെ നിങ്ങളുടെ ചിന്തയായിരിക്കും നിങ്ങളുടെ യാഥാർത്ഥ്യം. 17. എത്ര വലുതായി ചിന്തിക്കുന്നുവോ അത്രയും നേടും. സിമ്പിൾ റൂൾ. ചെറിയ ചിന്ത, ചെറിയ ഫലം. വലിയ ചിന്ത, വലിയ ഫലം. നിങ്ങൾ മാസത്തിൽ 10,000 രൂപയാണ് ചിന്തിക്കുന്നതെങ്കിൽ അത്രമാത്രമേ ആകർഷിക്കൂ. എന്നാൽ നിങ്ങൾ കോടികളുടെ കാഴ്ചപ്പാടാണ് വെക്കുന്നതെങ്കിൽ പ്രപഞ്ചം അതുപോലെയുള്ള വഴികൾ കാണിക്കും. ബോബ് പ്രോക്ടർ പറയുന്നു, നിങ്ങൾ സമൃദ്ധിയിൽ ജീവിക്കുന്നത് കാണുക, അപ്പോൾ നിങ്ങൾ സമൃദ്ധിയെ ആകർഷിക്കും. അതിനാൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളെയും സ്വപ്നങ്ങളെയും വലുതാക്കി വയ്ക്കുക. കാരണം നിങ്ങൾ ചിന്തിക്കുന്നത് മാത്രമേ പ്രപഞ്ചം നൽകുകയുള്ളൂ. 18. എപ്പോഴും അവസരങ്ങളിൽ ശ്രദ്ധിക്കുക. കോടീശ്വരന്മാർ പ്രശ്നങ്ങളിലല്ല, അവസരങ്ങളിലാണ് ശ്രദ്ധിക്കുന്നത്. മാന്ദ്യം, റിസഷനാണെന്ന് കരുതുക.
മറ്റുള്ളവർ ഭയപ്പെടുമ്പോൾ സമ്പന്നർ ചോദിക്കുന്നു, ഈ സാഹചര്യത്തിൽ പണം സമ്പാദിക്കാനുള്ള പുതിയ വഴി എന്താണ്? ഓരോ വെല്ലുവിളിയുടെ പിന്നിലും ഒരു അവസരം ഒളിച്ചിരിപ്പുണ്ടാകും. ബോബ് പ്രോക്ടർ പറയുന്നു, വിജയികൾ സാധ്യതകളെ കാണുന്നു, പരാജയപ്പെടുന്നവർ പ്രശ്നങ്ങളെ കാണുന്നു. അതിനാൽ എല്ലാ സ്ഥലത്തും അവസരങ്ങൾ കാണാൻ നിങ്ങളുടെ കണ്ണിനെ പരിശീലിപ്പിക്കുക. 19. നെഗറ്റീവ് ആളുകളിൽ നിന്ന് അകലം പാലിക്കുക. നിങ്ങളുടെ ചുറ്റുപാടുകളാണ് നിങ്ങളുടെ ചിന്തകളെ സൃഷ്ടിക്കുന്നത്. നിങ്ങൾ നെഗറ്റീവ് ആളുകളോടൊപ്പമാണ് താമസിക്കുന്നതെങ്കിൽ അവരുടെ സംശയം, ഭയം, നിഷേധാത്മകത എന്നിവ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നിറയും. എന്നാൽ നിങ്ങൾ പോസിറ്റീവും ലക്ഷ്യബോധമുള്ളവരുമായ ആളുകളോടൊപ്പമാണ് താമസിക്കുന്നതെങ്കിൽ അവരുടെ ഊർജ്ജം നിങ്ങളെ മുകളിലേക്ക് ഉയർത്തും. അതിനാൽ കോടീശ്വരനാകാൻ ഈ നിയമം ഓർക്കുക: നെഗറ്റീവ് എനർജിയിൽ നിന്ന് അകന്നു നിൽക്കുക. നിങ്ങളുടെ കൂട്ടമാണ് നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത്. 20. കോടീശ്വരന്മാർ പരിഹാരങ്ങൾ, സൊല്യൂഷൻസ് ചിന്തിക്കുന്നു, പ്രശ്നങ്ങളല്ല. സാധാരണക്കാർ എപ്പോഴും പ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കും. ഇത് സാധ്യമല്ല, ഇത് ബുദ്ധിമുട്ടാണ്, എന്റെ കയ്യിൽ വിഭവങ്ങളില്ല. എന്നാൽ കോടീശ്വരൻ മൈൻഡ്സെറ്റുള്ള ആളുകൾ എല്ലാ സാഹചര്യങ്ങളിലും പരിഹാരങ്ങൾ കണ്ടെത്തുന്നു. ബോബ് പ്രോക്ടർ പറയുന്നു, പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ടല്ല നിങ്ങൾ സമ്പന്നനാകുന്നത്, അവ പരിഹരിച്ചുകൊണ്ടാണ് നിങ്ങൾ സമ്പന്നനാകുന്നത്. എപ്പോഴെങ്കിലും ഒരു വെല്ലുവിളി വരുമ്പോൾ സ്വയം ചോദിക്കുക, എനിക്കിതെങ്ങനെ പരിഹരിക്കാൻ കഴിയും? ഈ ചോദ്യം നിങ്ങളുടെ തലച്ചോറിനെ ക്രിയേറ്റീവ് പരിഹാരങ്ങളിലേക്ക് തള്ളിവിടും. 21. പ്രവർത്തിക്കുക. പ്രവർത്തനം കൂടാതെ മാനിഫെസ്റ്റേഷൻ അപൂർണമാണ്. ചിന്തിക്കാനും വിഷ്വലൈസ് ചെയ്യാനുമുള്ള ശക്തി നിയമം ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് നൽകുന്നു. എന്നാൽ നിങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിൽ ഒന്നും മാറില്ല. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ഉപയോഗശൂന്യമാണ് എന്ന് ബോബ് പ്രോക്ടർ എപ്പോഴും പറയുമായിരുന്നു. നിങ്ങൾ കോടീശ്വരനാകാൻ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ചുവടുവെക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ ദിവസവും ഒരു ചെറിയ ചുവടുവെപ്പെടുക്കുക. കാരണം ചെറിയ സ്ഥിരമായ പ്രവർത്തനങ്ങളാണ് വലിയ ഫലങ്ങൾ നൽകുന്നത്. 22. നിങ്ങളെ വിജയിച്ച ആളുകളാൽ വലയം ചെയ്യുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന 5 പേരെപ്പോലെയാകും നിങ്ങൾ എന്ന് എപ്പോഴും ഓർക്കുക. നിങ്ങൾ നെഗറ്റീവ്, പരാതി പറയുന്ന ആളുകളാൽ വലയം ചെയ്യപ്പെട്ടാൽ അവരുടെ സ്വാധീനം നിങ്ങളിലുണ്ടാകും. എന്നാൽ നിങ്ങൾ വിജയിച്ച പോസിറ്റീവായ കാഴ്ചപ്പാടുള്ള ആളുകളോടൊപ്പമാണ് കഴിയുന്നതെങ്കിൽ അവരുടെ ചിന്തയും ഊർജ്ജവും നിങ്ങളിലേക്കും കൈമാറ്റം ചെയ്യപ്പെടും. ബോബ് പ്രോക്ടറുടെ സുവർണ നിയമം: നിങ്ങൾ നിങ്ങളുടെ മഹത്വം കാണുന്നില്ലെങ്കിൽ പോലും നിങ്ങളിൽ മഹത്വം കാണുന്ന ആളുകളാൽ സ്വയം വലയം ചെയ്യുക. 23. പുസ്തകങ്ങൾ വായിക്കുക. അറിവാണ് യഥാർത്ഥ ശക്തി. കോടീശ്വരൻ മൈൻഡ്സെറ്റ് പണത്തിൽ മാത്രമല്ല, അറിവിലും നിക്ഷേപിക്കുന്നു. ബോബ് പ്രോക്ടർ തന്നെ ദിവസവും പുസ്തകങ്ങൾ വായിച്ചിരുന്നു. അദ്ദേഹം പറയും, നിങ്ങൾ പഠനം നിർത്തുന്ന നിമിഷം നിങ്ങൾ മരിക്കാൻ തുടങ്ങുന്നു. അറിവ് നിങ്ങളുടെ ചിന്തകളെ വികസിപ്പിക്കുകയും പുതിയ ആശയങ്ങൾ നൽകുകയും ചെയ്യുന്നു. ദിവസവും കുറഞ്ഞത് 15 മുതൽ 30 മിനിറ്റ് വരെ ഒരു നല്ല പുസ്തകം വായിക്കുന്നത് ഒരു ശീലമാക്കുക. ഈ ശീലം നിങ്ങളുടെ ഉപബോധ മനസ്സിനെ പുനഃക്രമീകരിക്കും. 24. എല്ലാ ദിവസവും ഒരു പുതിയ കഴിവ്, സ്കിൽ പഠിക്കുക. ഇന്നത്തെ ലോകത്ത് കഴിവാണ് സ്കിൽ കറൻസി. കോടീശ്വരന്മാർ എപ്പോഴും സ്വയം അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. ജീവിതകാലം മുഴുവൻ പഠിക്കുന്നവരായിരിക്കുക എന്നതാണ് വിജയത്തിന്റെ രഹസ്യമെന്ന് ബോബ് പ്രോക്ടർ വിശ്വസിച്ചിരുന്നു. നിങ്ങൾ ബിസിനസ്സിലാകട്ടെ, ജോലിയിലാകട്ടെ, ഉള്ളടക്കം, കണ്ടന്റ് സൃഷ്ടിക്കുന്നതിലാകട്ടെ, എല്ലാ ദിവസവും ഒരു പുതിയ കഴിവ് പഠിക്കുക. ആശയവിനിമയം, പണം കൈകാര്യം ചെയ്യൽ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നിക്ഷേപം എന്നിവ പോലെ നിങ്ങൾക്ക് കൂടുതൽ കഴിവുകളുണ്ടെങ്കിൽ കൂടുതൽ പണവും അവസരങ്ങളും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. 25. പണമൊഴുകുന്നു, അതിനെ തടയരുത്, പ്രചരിപ്പിക്കുക. പലരും പണം വരുമ്പോൾ അത് നഷ്ടപ്പെടുമോ എന്ന ഭയം കാരണം സൂക്ഷിച്ചുവെക്കും. എന്നാൽ പണം പ്രചരിക്കാനുള്ളതാണ് എന്ന് ബോബ് പ്രോക്ടർ പറയുന്നു. പണം ഒരു ഊർജ്ജമാണ്. ഊർജ്ജം എപ്പോഴും പ്രവാഹത്തിൽ ഫ്ലോ ആയിരിക്കും. നിങ്ങൾ പണത്തെ നല്ല കാര്യങ്ങൾക്കായി പ്രചരിപ്പിക്കുമ്പോൾ നിക്ഷേപം, ചാരിറ്റി, വളർച്ച അത് പല മടങ്ങ് വർദ്ധിച്ചു തിരികെ വരും. ഓർക്കുക, ക്ഷാമത്തിൽ ശ്രദ്ധിച്ചാൽ പണം ഓടിപ്പോകും, സമൃദ്ധിയിൽ ശ്രദ്ധിച്ചാൽ പണം വർദ്ധിക്കും. 26. സമ്പാദ്യവും നിക്ഷേപവുമാണ് കോടീശ്വരന്റെ ശീലം. വെറും പണം മാത്രം സമ്പാദിക്കുന്നത് പോരാ. കോടീശ്വരന്മാർ പണത്തെ അവർക്കുവേണ്ടി ജോലിക്ക് വയ്ക്കുന്നു. സമ്പാദ്യം നിങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുന്നു, എന്നാൽ നിക്ഷേപം നിങ്ങൾക്ക് വളർച്ച നൽകുന്നു. പണം ബാങ്കിൽ വെറുതെ കിടന്നാൽ ഉറങ്ങുന്നത് പോലെയാണ്. എന്നാൽ നിങ്ങൾ അത് നിക്ഷേപിക്കുമ്പോൾ അത് നിങ്ങൾക്കായി പ്രവർത്തിക്കുകയും പല മടങ്ങ് വർദ്ധിക്കുകയും ചെയ്യുന്നു. 27. റിസ്ക് എടുക്കാൻ പഠിക്കുക. ഭയപ്പെടരുത്. ഓരോ വലിയ സമ്പന്നനും ഒരു സമയത്ത് റിസ്ക് എടുത്തിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും സുരക്ഷിത മേഖലയിൽ സേഫ് സോൺ തുടരുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും വളർച്ച ലഭിക്കില്ല. റിസ്ക് എന്നാൽ വിഡ്ഢിത്തമല്ല, മറിച്ച് കണക്കുകൂട്ടിയ തീരുമാനമെടുക്കലാണ്. ഓർക്കുക, റിസ്ക് എടുക്കാത്തവൻ അവസരം നേടില്ല. 28. എപ്പോഴും വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കോടീശ്വരന്മാർ ഇന്നത്തെ പണത്തെ മാത്രമല്ല, ദീർഘകാല വളർച്ചയെയാണ് ശ്രദ്ധിക്കുന്നത്.
ഇന്നത്തെ ഒരു ചെറിയ ചുവടുവെപ്പ് നാളെ എത്ര വലിയ ലക്ഷ്യത്തിലെത്തിക്കുമെന്ന് അവർ ചിന്തിക്കുന്നു. അവരുടെ മൈൻഡ്സെറ്റ് എപ്പോഴും പുരോഗതി, വികസനം, ഭാവി കെട്ടിപ്പടുക്കൽ എന്നിവയിലായിരിക്കും. 29. കോടീശ്വരനാകാൻ വ്യക്തത, ക്ലാരിറ്റി അത്യാവശ്യമാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തമല്ലെങ്കിൽ നിങ്ങൾ ഒരിടത്തും എത്തില്ല. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് ബോബ് പ്രോക്ടർ പറയുന്നു. കോടീശ്വരന്മാർ എപ്പോഴും കൃത്യതയുള്ളവരായിരിക്കും. എത്ര പണം, ഏത് സമയത്തിനുള്ളിൽ, ഏത് രീതിയിൽ? വ്യക്തതയാണ് ഊർജത്തിന് ദിശ നൽകുന്നത്. 30. നിങ്ങളുടെ മനസ്സിനെ പുനഃസജ്ജമാക്കുക. ഞാൻ അർഹനാണ്. പലരും പണം ആഗ്രഹിക്കുന്നു, എന്നാൽ തങ്ങളതിന് അർഹരാണെന്ന് ഉള്ളിന്റെ ഉള്ളിൽ വിശ്വസിക്കുന്നില്ല. കോടീശ്വരൻ മൈൻഡ്സെറ്റിന്റെ ആദ്യ നിയമം ആത്മമൂല്യമാണ്, സെൽഫ് വർത്ത്. എല്ലാ ദിവസവും നിങ്ങളുടെ മനസ്സിനെ പുനഃസജ്ജമാക്കുക. ഈ അഫർമേഷൻ പറയുക: ഞാൻ സമ്പന്നനാകാൻ അർഹനാണ്. പ്രപഞ്ചം എനിക്ക് ദിവസവും കൂടുതൽ അവസരങ്ങൾ നൽകുന്നു. 31. പണത്തെ ബഹുമാനിക്കുക, അപ്പോൾ അത് നിലനിൽക്കും. നിങ്ങൾ പണത്തെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ അടുത്ത് നിലനിൽക്കില്ല. കോടീശ്വരന്മാർ ഓരോ പൈസയുടെയും കണക്ക് സൂക്ഷിക്കുന്നു. അത് 1 രൂപയായാലും 1 ലക്ഷമായാലും. പണം ഒരു ഊർജ്ജമാണ്. ബഹുമാനം ലഭിക്കുമ്പോൾ മാത്രമേ അത് നിങ്ങളുടെ അടുത്ത് വർദ്ധിച്ച് തിരികെ വരികയുള്ളൂ. 32. ചെറുതായി ചിന്തിച്ചാൽ ചെറുതായി നേടും. നിങ്ങളുടെ ചിന്ത എന്തായിരിക്കും, അതുപോലെയായിരിക്കും നിങ്ങളുടെ ബാങ്ക് ബാലൻസും. എനിക്ക് കഷ്ടിച്ച് ജീവിക്കാൻ മാത്രം പണം മതി എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ പ്രപഞ്ചം അതുമാത്രമേ നൽകുകയുള്ളൂ. നിങ്ങൾ ചെറിയ സ്വപ്നങ്ങളിൽ ഒതുങ്ങി നിന്നാൽ കോടീശ്വരനാകുന്നതിനെക്കുറിച്ച് ചോദ്യമേയില്ല. 33. വലുതായി ചിന്തിക്കുക, പ്രപഞ്ചം വലുതായി നൽകും. നിങ്ങളുടെ വൈബ്രേഷനും ആവശ്യകതകൾക്കുമനുസരിച്ചാണ് പ്രപഞ്ചം എപ്പോഴും നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നത്. കോടീശ്വരന്മാർ എപ്പോഴും വലിയ സ്വപ്നങ്ങൾ കാണുന്നു. കാരണം വലിയ ലക്ഷ്യം വലിയ ഊർജ്ജത്തെ ആകർഷിക്കുമെന്നവർക്കറിയാം. ഓർക്കുക, നിങ്ങൾക്ക് വലുതായി സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് വലുതായി നേടാൻ കഴിയും. 34. കോടീശ്വരന്മാർ ഒഴികഴിവുകൾ പറയുന്നില്ല. വിജയിച്ച ആളുകൾ ഒഴികഴിവുകൾ കണ്ടെത്താൻ സമയം പാഴാക്കില്ല. ഒരു വഴി അടഞ്ഞാൽ അവർ പുതിയ വഴി ഉണ്ടാക്കുന്നു. ഓരോ ഒഴികഴിവും നിങ്ങളുടെ വിജയത്തിൽ നിന്ന് ഒരു ചുവടകറ്റുന്നു എന്ന് ബോബ് പ്രോക്ടർ പറയുന്നു. നിങ്ങൾക്ക് കോടീശ്വരനാകണമെങ്കിൽ എനിക്ക് സമയമില്ല, എന്റെ കയ്യിൽ പണമില്ല, എന്റെ കയ്യിൽ കഴിവില്ല തുടങ്ങിയ ഒഴികഴിവുകൾ ഉടൻ ഉപേക്ഷിക്കുക. 35. അച്ചടക്കം, ഡിസിപ്ലിൻ വിജയത്തിന്റെ നട്ടെല്ലാണ്. അച്ചടക്കം എന്നാൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ദിവസവും ചെയ്യുക എന്നതാണ്. കോടീശ്വരന്മാർ ദിവസേനയുള്ള ദിനചര്യകൾ ഉണ്ടാക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അച്ചടക്കം നിങ്ങളുടെ ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്നു എന്ന് ബോബ് പ്രോക്ടർ പറയുന്നു. അതായത് നിങ്ങൾ ദിവസവും 1 മണിക്കൂർ പുതിയൊരു കഴിവിൽ ചെലവഴിക്കുകയാണെങ്കിൽ 1 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ മൂല്യം പല മടങ്ങ് വർദ്ധിക്കും. 36. തീരുമാനമാണ് വിധിയുടെ നിയന്താവ്. ബോബ് പ്രോക്ടറുടെ ഏറ്റവും വലിയ രഹസ്യം നിങ്ങളുടെ വിധി നിങ്ങളുടെ തീരുമാനങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഭൂരിഭാഗം ആളുകളും തീരുമാനമെടുക്കാൻ ഭയപ്പെടുന്നു. എന്നാൽ കോടീശ്വരന്മാർ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഓർക്കുക, തീരുമാനമെടുക്കാനുള്ള ശക്തിയാണ് നിങ്ങളെ ലോകത്തുനിന്ന് വ്യത്യസ്തനാക്കുന്നത്. 37. ഉടൻ തീരുമാനങ്ങൾ എടുക്കുക, താമസിപ്പിക്കരുത്. ഒരു അവസരം നിങ്ങളുടെ മുന്നിൽ വന്നാൽ ഉടൻ തീരുമാനമെടുക്കാൻ പഠിക്കുക. നിങ്ങൾ വൈകുന്നതിനനുസരിച്ച് ഭയവും സംശയവും വർദ്ധിക്കും. കോടീശ്വരന്മാർ പറയും, ഇപ്പോൾ അല്ലെങ്കിൽ ഒരിക്കലുമില്ല. അതിനാൽ അടുത്ത തവണ നിങ്ങൾക്ക് ഒരു പുതിയ അവസരം, ബിസിനസ്, നിക്ഷേപം അല്ലെങ്കിൽ പഠനം ലഭിക്കുമ്പോൾ ഉടൻ തന്നെ ചുവടുവെക്കുക. 38. സ്ഥിരതയാണ്, കൺസിസ്റ്റൻസി കോടീശ്വരനാകാനുള്ള താക്കോൽ. ഒരു ദിവസം കഠിനാധ്വാനം ചെയ്താൽ ആരും കോടീശ്വരനാകില്ല. യഥാർത്ഥ മാന്ത്രികം സ്ഥിരതയിലാണ്, അതായത് തുടർച്ചയായ പരിശ്രമം. ദിവസേനയുള്ള ചെറിയ ചുവടുകൾ നിങ്ങളെ വലിയ ലക്ഷ്യത്തിലെത്തിക്കും എന്ന് ബോബ് പ്രോക്ടർ പറയുന്നു. ദിവസവും കുറച്ചായി ചെയ്യുക, പക്ഷേ ഒരിക്കലും നിർത്തരുത്. ഇതാണ് കോടീശ്വരൻ മൈൻഡ്സെറ്റ്. 39. ദിവസവും പോസിറ്റീവ് അഫർമേഷനുകൾ ആവർത്തിക്കുക. എല്ലാ രാവിലെയും എല്ലാ രാത്രിയിലും സ്വയം പറയുക: ഞാനൊരു കോടീശ്വരനാണ്. പണം ഒരു കാന്തം പോലെ എന്റെ അടുത്തേക്ക് ആകർഷിക്കപ്പെടുന്നു. പ്രപഞ്ചം എനിക്ക് ദിവസവും കൂടുതൽ സമൃദ്ധി നൽകുന്നു. ഈ അഫർമേഷനുകൾ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ പുനഃക്രമീകരിക്കുകയും നിങ്ങളുടെ ചിന്തയെ പണത്തിന്റെ ഫ്രീക്വൻസിയുമായി യോജിപ്പിക്കുകയും ചെയ്യും. 40. പണം നിങ്ങളുടെ മനസ്സിന്റെ ഫ്രീക്വൻസിക്കനുസരിച്ച് വരും. ഇതാണ് ബോബ് പ്രോക്ടറുടെ ആത്യന്തിക രഹസ്യം. പണം അതിന്റെ ഫ്രീക്വൻസിയിലുള്ള ചിന്തകളുള്ളവരുടെ അടുത്തേക്ക് മാത്രമേ പോകുകയുള്ളൂ. നിങ്ങൾ എപ്പോഴും ദാരിദ്ര്യം, കുറവ്, ടെൻഷൻ എന്നിവയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളത് ആകർഷിക്കും. എന്നാൽ നിങ്ങൾ സമൃദ്ധി, അവസരങ്ങൾ, കോടീശ്വരൻ ചിന്ത എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്ക് അതുപോലെയുള്ള സാഹചര്യങ്ങൾ നൽകും. അതുവഴി പണം ഒരു കാന്തം പോലെ നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിക്കാൻ
ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനലിൽ മെമ്പർ ജോയിൻ ചെയ്യുക. മെമ്പർമാർക്ക് മാത്രമായുള്ള പ്രത്യേക വീഡിയോകളിലൂടെ ഞങ്ങൾ നിങ്ങളെ സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പിന്തുണയ്ക്കുക. നിങ്ങളുടെ ഇഷ്ടങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക.